അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്, ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോ ഈ ഒരു പെരുന്നാൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ മറക്കാതെ പറയേണ്ടത്. കാരണം നമ്മളെല്ലാവരും ആഘോഷത്തിൽ നിൽക്കുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത കുറച്ച് പേർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാനും കൂടെ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് പറയാന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മുടെ റഹീം അല്ലേ, അതായത് ഒരു ദിവസങ്ങൾ മാത്രം ബാക്കിയായിട്ട് കാത്തു നിൽക്കുന്ന റഹീം. അതെ, ഒരു ഉമ്മ കാത്തിരിക്കുകയാണ്. നമ്മളൊക്കെ അവിടെ ആഘോഷത്തിൽ നിൽക്കുമ്പോൾ ഒരു ഉമ്മ സ്വന്തം മകൻ ജീവനോടെ കിട്ടോ ഇല്ലേന്ന് അറിയാതെ ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന ഒരു സമയം. ഇന്നലെ ഞാൻ നോക്കുന്ന സമയത്ത് 10 കോടി സംതിങ് ആയിട്ടുള്ളൂ, 33 കോടി വേണം. അപ്പൊ ആ ആപ്പിൽ 10 കോടി സംതിങ് ആണ് കളക്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഒരു 5 ദിവസം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 5 ദിവസം കൂടെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു 5 ദിവസത്തിനകത്ത് എമൗണ്ട് ഫണ്ട് റൈസ് ചെയ്യാനും അതേപോലെ തന്നെ ആ ഫണ്ട് അല്ലെങ്കിൽ റൈസ് ചെയ്ത ഫണ്ട് കൊണ്ട് തൃപ്തിപ്പെട്ട് ആ ബാക്കി അവരുടെ ഫാമിലി പുറത്തു കൊടുക്കാനും കൂടെ തയ്യാറാവുകയാണെങ്കിൽ ആ ഒരു ജീവൻ ഇങ്ങോട്ടേക്ക് കിട്ടും. അപ്പോൾ കുറേ പേർക്ക് ഫണ്ട് എങ്ങനെയാണ് റൈസ് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ വഴി അയക്കേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് ഫണ്ട് അയക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത വേറൊരു കാര്യമാണ് ഫലസ്തീൻ. ഒരിക്കലും മറക്കരുത്. അതെ, നിങ്ങളുടെ ദുആയിൽ ഒരിക്കലും മറന്നു പോകരുത്. ആദ്യമൊക്കെ ഞാൻ റീൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ആൾക്കാർ പറയുന്നു തുടക്കത്തിലൊരു ആവേശം എല്ലാവർക്കും ഉണ്ടാവില്ല, ഒരു ആവേശത്തിൻ്റെ ആണെന്ന്. പക്ഷെ ഞാനിപ്പോഴും മറന്നു പോകാണ്ട് ഷെയർ ചെയ്യാറുണ്ട്. എന്നാലും ആ ഒരു ഇത് ഗ്രാജുവലി കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അത് മറന്നു പോകരുത്. നമ്മുടെ എല്ലാവരെയും ദുആയിൽ അവരും ഉണ്ടായിരിക്കണം. മിയക്കുട്ടർ ദുആയിലുണ്ടാവൂലേ? മിയക്കുട്ടി എപ്പോഴും പറയണ പോലെ നിങ്ങളെല്ലാവരും നമ്മുടെ മിയക്കുട്ടർ ദുആയിലുണ്ടാവും കേട്ടോ. എന്റെ ദുആയിലുണ്ടാവാറുണ്ട്. പക്ഷെ മിയക്കുട്ടി എപ്പോഴും പറയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഫ്രീ ആയിട്ട് ദുആ കൊടുക്കൂല, ഇങ്ങോട്ടും വേണം അല്ലേ. അത് ഗിവ് ആൻഡ് ടേക്ക് ആണ് മിയാന്റെ കാര്യം. അപ്പൊ ഷെയ്നുട്ടിക്ക് എന്തെങ്കിലും പറയണ്ടോ? ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മളെ ഷെയ്നുട്ടി ഇതുവരെ ഒരു നോമ്പ് പോലും സ്കിപ്പ് ചെയ്യാണ്ട് നോമ്പ് നോറ്റ് മുത്താണ് കേട്ടോ. ഏതൊക്കെയോ ആൾക്കാർ അതെ, ഏതൊക്കെയോ മറ്റേ ആരിഫ് ഖാനോ മറ്റേ യുക്തിവാദി മൂപ്പര് പറയുന്നത് കേട്ടോ, നോമ്പ് കുട്ടികളെ കൊണ്ടൊക്കെ ഇടിപ്പിച്ച് കൊല്ലാണ്. അതുപോലെ ഒരു സ്ത്രീ മറ്റേ ഒരു ലേഡി കുഴഞ്ഞു വീണ് മരിച്ചതിന് നോമ്പ് എടുത്തിട്ട് ഡീഹൈഡ്രേഷൻ കാരണം മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തള്ളുണ്ടായിരുന്നു. അപ്പൊ ദേ നമ്മളെ പുലിക്കുട്ടി ദഹിക്കനെ കണ്ടോ, ഇത്രയും 29 നോമ്പ്. അതെ, എനിക്കുള്ള ക്ഷീണം പോലും അവനക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ, മക്കളെ പടച്ചോൻ കാക്കുന്ന് പറഞ്ഞ പോലെ അവന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വിട്ടടാന്ന് പറയുമ്പോഴും പോമ്മ ഞാൻ എടുക്കും എന്ന് പറയുന്ന കുട്ടിയായിരുന്നു. ടൈമായി. അപ്പൊ ഞങ്ങൾ പോവാണ്. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. വൺസ് അഗൈൻ ഈദ് മുബാറക്. ഓക്കെ, മിയമോളെ ബാക്കിലിരിക്കണേ. മീക്കുട്ടി ഫ്രണ്ട് കയറിക്കോ. ഷെയ്നുട്ടിന്റെ ചെരുപ്പാണ്, വാപ്പന്റെ മുണ്ട് ചവിട്ടുക. നീ ടാറ്റാ. മമ്മ പോയി, മമ്മ അവിടെ വലിയാക്ക മാമാൻ്റെ അവിടെ ഉണ്ടാവും. ദുആ ചെയ്യട്ടാ, നിസ്കാരമൊക്കെ ഉണ്ട്, ദുആ ചെയ്യുന്ന ഉമ്മ ഇവിടെ ഉള്ളതല്ലടാ പൊന്നോ. അമ്മമാനെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ അമ്മ വരിക? അമ്മമ്മ വരുന്നില്ല അത്ര അങ്ങടെ. അടാ ഒരു മിനിറ്റ്, ഞാൻ ചെരുപ്പ് എടുത്തിട്ട് വരാം. ഇതല്ലേ വലത്തെ കാല്? നേരിട് പോടാ. ഈ ചെരുപ്പ് ഒരു പക്ഷേ നീ പോയ ശരിനോ. ഓക്കെ, ചെരുപ്പ് പൊളിച്ചിട്ടാ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ കോൺട്രിബ്യൂട്ട് നൗ എന്ന് കൊടുക്കുക. ആൻഡ് ഇവിടെ എമൗണ്ട് ഉണ്ട്. അവിടെ എത്രയാണോ എമൗണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ എമൗണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ഇവിടെ പേര് കൊടുക്കാം. ആൻഡ് അത് ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യാം. പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കും. മൊബൈൽ നമ്പർ കൊടുത്ത ശേഷം ഇവിടെ ജില്ല സെലക്ട് ചെയ്യുക. ജില്ല നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പാലക്കാട് കേരള. അങ്ങനെ നമ്മുടെ ഒരു ഒറ്റപ്പാലം, ഞാനിവിടെ ഒറ്റപ്പാലം സെലക്ട് ചെയ്തിട്ട് പേ നൗ എന്ന് കൊടുത്താൽ നമ്മുടെ ഗൂഗിൾ പേയിലോട്ട് പോകും. എന്നിട്ട് നമുക്ക് അവിടെ എത്രയാണോ എമൗണ്ട് അയക്കേണ്ടതെന്ന് വെച്ചാൽ ആ എമൗണ്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ വരിക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ വാട്സപ്പ് സ്റ്റാറ്റസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് നമുക്ക് ഇവിടെ ഫോട്ടോ ആഡ് ചെയ്യൽ ബാക്കി പരിപാടികളൊക്കെ അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. മറ്റുള്ളവർക്ക് നമ്മളിങ്ങനെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ അവർക്കും കൂടെ ഒരു മോട്ടിവേഷൻ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വെക്കാം കേട്ടോ.